മുനമ്പം പ്രശ്ന പരിഹാരത്തിന് മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച നിർണായക യോഗം അല്പസമയത്തിനകം. പ്രദേശവാസികൾക്ക് ഭൂമിക്ക് മേലുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കാമെന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ റവന്യൂ മന്ത്രി, വഖഫ് മന്ത്രി തുടങ്ങിയവർ പങ്കെടുക്കും. അതേസമയം പ്രശ്ന പരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാർ. ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ആജ്ഞ രവീന്ദ്രൻ മുനമ്പത്ത് നിന്നും ചേരും. ആദ്യം ഡാൻ കുര്യനിലേക്ക്. ഡാൻ, 650 കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. അവർ ഏറെ നാളായി സമരമുഖത്താണ്. അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സർക്കാരിന്റെ ഇടപെടൽ. യോഗത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഒരു തീരുമാനം ഇന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമോ? മുനമ്പം നിവാസികളെ ഈ വഖഫായി കരുതിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു കാരണവശാലും കുടിയിറക്കില്ല എന്ന കാര്യം സർക്കാർ ഈ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ വഖഫ് ബോർഡ് ചെയർമാനെ അടക്കം അറിയിക്കും എന്ന കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. സർക്കാർ നിലപാട് എപ്പോഴും മുനമ്പം നിവാസികൾക്കൊപ്പമാണ്, പ്രദേശവാസികൾക്കൊപ്പമാണ് എന്ന കാര്യം അവർ നേരത്തെ തന്നെ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇന്ന് പ്രധാനമായി സർക്കാരിന് മുമ്പിൽ പരിഗണനാ വിഷയമായി വന്നിരിക്കുന്നത് ഈ പ്രശ്നം ഒരു സമവായത്തിലൂടെ പരിഹരിക്കുക എന്നൊരു നീക്കം തന്നെയാണ്. അതിന്റെ ഭാഗമായി അവിടെ ഡിജിറ്റൽ സർവേ, വഖഫായി കരുതിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഡിജിറ്റൽ സർവേ നടത്തുക, ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഡിജിറ്റൽ സർവേ നടത്തുക എന്നൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ വഖഫായി കരുതി ഭൂമിയെ വഖഫായി കരുതിയ വഖഫ് ബോർഡിന്റെ തീരുമാനത്തിനെതിരായ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന കാര്യം സർക്കാർ വിശദമായി ചർച്ച ചെയ്യും. അതോടൊപ്പം ഫറൂഖ് കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയിട്ടുള്ള കേസിൽ കക്ഷി ചേരുന്ന കാര്യം കൂടി സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതിനു പുറമെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി ചർച്ച കിടക്കുന്നത്. എന്തായാലും നിയമപരമായ വഴികളിലൂടെ മുനമ്പം നിവാസികൾക്ക് അവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണുക എന്നൊരു പോംവഴിയിലേക്കാണ് സർക്കാർ എത്തുന്നത്. സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതൊക്കെ ആ വഴിക്ക് തന്നെയാണെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും അല്പസമയത്തിനകം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഈ ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ തീരുമാനങ്ങളും ചർച്ചകളും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, തുടരുക ഡാൻ. ആജ്ഞ രവീന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മുനമ്പത്താണ് ആജ്ഞയുള്ളത്. ആജ്ഞ, എല്ലാവരും ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ യോഗം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. ഇന്നത്തെ യോഗത്തിൽ തന്നെ ഒരു അടിയന്തര ഇടപെടൽ, ഒരു പരിഹാര നിർദ്ദേശം പ്രതീക്ഷിക്കുന്നുണ്ടോ സമരരംഗത്തുള്ളവർ? അവരുടെ പ്രതികരണം എന്താണ്? എത്രമാത്രം പ്രതീക്ഷയാണ് അവർക്ക് ഈ യോഗത്തിലുള്ളത്? രേണുക, 41 ദിവസമായ ശേഷമാണ് ഇതിൽ ഉന്നത തലയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നത്. തന്നെ തെരഞ്ഞെടുപ്പുമായുള്ള ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മതി എന്നുള്ള സർക്കാർ തീരുമാനമാകാം. എന്തായാലും ഇന്നാണ് 41ാം ദിവസമാണ് ഇതിൽ സർക്കാർ തലത്തിലൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ മുതൽ തന്നെ ഈ ഒരു സമരം തുടങ്ങിയപ്പോൾ തന്നെ, അതായത് ഒരു 20-22 ദിവസമായപ്പോൾ തന്നെ ഇവര് വലിയ വിമർശനമാണ് സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ ഉന്നയിച്ചിരുന്നത്. കാരണം ഇത്ര വലിയ ഒരു പ്രശ്നമാണ്. തങ്ങൾ നിൽക്കുന്ന ഭൂമിയെ ഒലിച്ചു പോകുന്ന, അല്ലെങ്കിൽ കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജനതയ്ക്കൊപ്പം നിൽക്കാതെ എന്തിനാണ് ഈ സർക്കാരും പ്രതിപക്ഷവും ഒക്കെ തങ്ങളുടെ, അതായത് ഇതിനെ രാഷ്ട്രീയപരമായി മാത്രം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ വോട്ട് ബാങ്കുകൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവരിപ്പോൾ 41ാം ദിവസം റിലേ നിരാഹാര സമരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഉന്നതതല യോഗം 4 മണിക്ക് തുടങ്ങുമ്പോൾ അതിൽ എന്ത് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് രേണുക സൂചിപ്പിച്ചതുപോലെ അതിനുശേഷം ആയിരിക്കും ഒരു പക്ഷേ തുടർ സമരങ്ങളോ അതല്ലെങ്കിൽ സമവായ നീക്കത്തിലേക്കാണോ അതല്ലെങ്കിൽ ഇവർക്ക് അനുകൂലമായ നടപടികളും നിലപാടുകളുമാണോ സർക്കാർ കൈക്കൊള്ളുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഉപസമിതിയുടെ കാര്യത്തിലും
തീരുമാനമുണ്ടായേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ഇവർക്ക് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിനുശേഷമായിരിക്കാം തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ. കഴിഞ്ഞ 41 ദിവസം കൊണ്ട്, അതായത് ഇത്രയും ദിവസത്തിനകം സർക്കാരും പ്രതിപക്ഷവും എന്ത് തരത്തിൽ ഉള്ള നടപടികളാണ്, എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണ് അവിടെ ഇവിടെ നിന്നിട്ട് നമുക്ക് തന്നെ അറിയാം. നമ്മൾ നിരന്തരം സമരപന്തൽ സന്ദർശിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ എത്താറുമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും സഭകളുടെ പ്രതിനിധികളും ആയിരുന്നു ഏറെയും ഇങ്ങോട്ട് എത്തിയിരുന്നത്. അതിനുശേഷമാണ് ചില ഹൈന്ദവ സംഘടനകൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു 35-36 ദിവസമൊക്കെയാണ് CPIയുടെ പോലും പ്രതിനിധികൾ സമരപന്തലിലേക്ക് എത്തുന്നത്. വളരെ അടുത്ത മണ്ഡലത്തിൽ നിന്നും സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയില്ല എന്നുള്ള വിമർശനവും അങ്ങനെ രാഷ്ട്രീയമായി കൂടി പലതരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ തന്നെ ഒരു പ്രധാന വിഷയമായി മുനമ്പം മാറുന്നുമുണ്ടായിരുന്നു. എന്തായാലും വളരെയധികം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ശാശ്വത പരിഹാരം എന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അവർ തുടരുന്നു. എന്തായാലും മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതുൾപ്പെടെയുള്ള പരിഗണനകൾ സർക്കാരിന്റെ മുന്നിലുണ്ട്. ഉന്നതതല യോഗം തീരുമ്പോഴേക്ക് എന്താണ് സർക്കാരിന്റെ നീക്കം എന്നത് മനസ്സിലാകും. അപ്പോഴേക്ക് നമുക്ക് ഈ വാർത്തയിലേക്ക് എത്താം.